അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള SKSSF മീഡിയയിലെ നേതാക്കളെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യട്ടെ. സുന്നത്ത് ജമാഅ എന്ന പ്രോഗ്രാമിൽ തവസ്സുലുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. തവസ്സുൽ എന്നാൽ എന്ത്? ഭാഷാപരമായി ഇടതേട്ടമെന്നാണ് അതിനൊക്കെ അർത്ഥം പറയാറുള്ളത്. സാങ്കേതികമായി ഉദ്ദേശത്തിലേക്ക് ചേരാനുള്ള മാർഗം സ്വീകരിക്കൽ എന്നാണ്. ഇതനുസരിച്ച് തവസ്സുൽ പല ഇനങ്ങളായി തിരിയുന്നു. 1. സ്വന്തമായി ചെയ്ത അമലുകളെ കൊണ്ടുള്ള തവസ്സുൽ. 2. മറ്റൊരാൾ ചെയ്ത അമലുകളെ കൊണ്ടുള്ള തവസ്സുൽ. 3. മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുൽ. എന്നാൽ ഇവയിൽ ആദ്യം പറഞ്ഞ 2 ഇനത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്ന് പുത്തൻവാദികൾ പറയുന്നു. 3-ാമത്തതിലാണ് ഞങ്ങൾക്ക് തർക്കമെന്ന് പുത്തൻവാദികൾ പറയുന്നു. അപ്പോൾ നമ്മൾ അവരോടൊരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഇല്ല. ഏതാ ചോദ്യം? അള്ളാഹുവിലേക്ക് മധ്യസ്ഥന്മാർ വേണ്ട എന്നാണല്ലോ നിങ്ങൾ സാധാരണ പറയുന്നത്. ആ തത്വപ്രകാരം ജീവിച്ചിരിക്കുന്നവരോടായാലും ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. മറ്റു പലതിലും മറുപടി ഇല്ലാത്തതുപോലെ ഇവിടെയും അവർക്ക് മറുപടിയില്ല. എന്നാൽ നമുക്ക് തവസ്സുലിന് വ്യക്തമായ മറുപടിയും തെളിവുകളുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്കുള്ള നിങ്ങൾ വസീലയെ തേടുകയും ചെയ്യുക. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ഈ ആയത്ത്, ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അടുത്ത മഹാന്മാർ, അവരെ നമ്മൾ മധ്യവർത്തിയാക്കണമെന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്ന്. അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള പുണ്യവാന്മാരെക്കുറിച്ച് വസീല എന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. സൂറത്തുൽ ഇസ്രായിൽ 57-ാമത്തെ ആയത്തിൽ, യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. എന്താ അതിൻ്റെ ആശയം? അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള പുണ്യവാന്മാരെ കുറിച്ചാണ് വസീല എന്ന് പറയുന്നതെന്ന് ഇവിടെ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, അങ്ങനെയാണ് ആ സൂക്തത്തിനെ മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചത്. അതനുസരിച്ച് എന്താ ഇവിടെ അർത്ഥമാകുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. വബ്തഗൂ ഇലൈഹിൽ വസീല, പുണ്യവാന്മാരെ അള്ളാഹുലേക്ക് വസീലയായി തേടുകയും ചെയ്യുക. അപ്രകാരം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വസീല എന്നതുകൊണ്ട് ഉദ്ദേശം വസീല ഉലമാഉൽ ഹഖീഖത്തും മശായിഖു ത്വരീഖത്തുമാണ്. അതുകൊണ്ട് അവരെ മധ്യവർത്തി ആക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന്. മാത്രമല്ല, ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അല്ലാമ ആലൂസി പറയുന്നു, വലാ അറ, ഞാൻ കാണുന്നില്ല, ബഅ്സൻ തെറ്റിനെ, തരക്കേടൊന്നുമില്ല, ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല, ഫിത്തവസ്സുലി ഇലല്ലാഹി ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് തവസ്സുലാക്കുന്നതിൽ ഒരു തരക്കേടും ഞാൻ കാണുന്നില്ല, ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല. ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നബിയെ വസീലയാക്കൽ. ഹയ്യം വ മയ്യിത്ത, നബിയുടെ ജീവിത കാലഘട്ടത്തിലും നബിയുടെ മരണശേഷവും. തഫ്സീർ റൂഹുൽ മആനി 6-ാം വാള്യം 128-ാമത്തെ പേജിൽ ഇത് കാണാൻ സാധിക്കും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സൂറത്ത് നിസാഇൻ്റെ തഫ്സീറിൽ മഹാന്മാരായ കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ നിന്ന് അള്ളാഹുലേക്ക് അടുത്തതായ അമ്പിയാക്കളോട് അത്ര അടുക്കാത്ത പദവി കുറഞ്ഞ ആളുകൾ കൂടുതൽ പദവിയുള്ളവരോട് വസീല തേടിയിരുന്നുവെന്ന്. ഹും യതവസ്സലൂന ഇലല്ലാഹി ബിമൻ, അവർ അള്ളാഹുലേക്ക് തവസ്സുൽ ചെയ്തിരുന്നു, ബിമൻ, ചില ആളുകളെ കൊണ്ട്. നിങ്ങളുടെ ചില ആളുകളാ, ഹുവ, ആ ചില ആളുകൾ അഖ്റബു, ഇവരെക്കാൾ ഏറ്റവും അടുത്തവരാണ്. അപ്പോൾ കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ നിന്ന് പദവി കൂടുതലുള്ള ആളെ പദവി കുറഞ്ഞ ആളുകൾ അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്തിരുന്നു എന്ന് റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തരികയാണ്. ഖുർആനിൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ ഇനി ഹദീസിലേക്ക് മടങ്ങിയാലും മറിച്ചൊന്നും കാണാൻ സാധിക്കുകയില്ല. തവസ്സുലിനെ പ്രേരിപ്പിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം.
اللهم إنا كنا نتوسل إليك بنبينا فتسقينا وإنا نتوسل إليك بأم نبينا فاسقنا قال يسقون. ബുഖാരി 3-ാം വാള്യം 581-ാമത്തെ പേജ്. ഈ ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മിനെ കൊണ്ടും തവസ്സുൽ ചെയ്തതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല സ്വഹീഹുൽ ബുഖാരിയിൽ വീണ്ടും കാണാൻ സാധിക്കും വഅബിയല്ലു ഇസ്തസ്ഗൽ ഗമാമു ബിവജിഹിഹി ദിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽ അറാമിലി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ തവസ്സുൽ ചെയ്തിരുന്നു. ഇത് ബുഖാരിയിലുള്ളതാണ്. മാത്രവുമല്ല ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിന് കാഴ്ചയില്ലാത്തതായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദി എന്ന് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആ ആണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഇതിനെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും തവസ്സുലാക്കി ദുആ ചെയ്തിരുന്നുവെന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഇനിയും ഹദീസ് കാണാൻ സാധിക്കും. മഹാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തവസ്സുൽ ചെയ്തത് എന്താ? അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. ബുഖാരി 1-ാം വാള്യം 65-ാമത്തെ പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സുൽ ചെയ്തതാണിത്. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ അയ്യിദുഹു ഹസനിനെ നീ ശക്തിപ്പെടുത്തണേ ബിറൂഹിൽ ഖുദ്സ് പരിശുദ്ധ ആത്മാവിനെ കൊണ്ട്, പരിശുദ്ധ ആത്മാവ് മുഖേന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സുൽ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഹദീസിലും കാണുന്നു. മാത്രമല്ല നബി തങ്ങളത് ചെയ്തിട്ടും കാണുന്നു, സഹാബാക്കളത് ചെയ്തിട്ടും കാണുന്നു, താബീങ്ങളും അത് ചെയ്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തവസ്സുൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിനക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടാൻ അത് വളരെ സഹായകവുമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു റാസിയിൽ 10-ാം വാള്യത്തിൽ 167-ാമത്തെ പേജിൽ തവസ്സുലിനെ പറ്റി പറയുന്നുണ്ട്. തവസ്സുൽ കൊണ്ടുള്ള ദുആ ആകുമ്പോൾ, ഷഫാഅത്താകുമ്പോൾ ഫഇന്നല്ലാഹ ലാ യുറദു, അതിന് അല്ലാഹു തള്ളപ്പെടുകയില്ല, തിരസ്കരിക്കപ്പെടുകയില്ല എന്ന്. അതേപോലെ തന്നെ മറ്റു ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് തെളിവ് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയതും കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തവസ്സുലിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരത് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലടക്കം ഇഷ്ടംപോലെ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് ശിർക്ക് അല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യമായി മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കുവാനും ബിദ്അത്തിനെ ബിദ്അത്തായി മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് വലിച്ചെറിയുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സമസ്ത ജംഇയ്യത്തുൽ ഉലമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ